10th സ്റ്റാൻഡേർഡ് ഫിസിക്സിൻ്റെ ഒരു 10 വർഷത്തെ CBSE ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് കാണാവുന്ന കുറച്ച് ടോപ്പിക്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, ലൈറ്റിൻ്റെ ചാപ്റ്ററിൽ റേ ഡയഗ്രാം വരയ്ക്കാൻ, അതായത് പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഇമേജ് ഫോർ കോൺവെക്സ് കോൺകേവ് അല്ലെങ്കിൽ മിറർ അല്ലെങ്കിൽ ലെൻസ്, ഇതിനുള്ളൊരു ക്വസ്റ്റ്യൻ. കോൺവെക്സ് കോൺകേവ് മിറർ അല്ലെങ്കിൽ ലെൻസിനുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ലെൻസ് ഫോമുല വെച്ചിട്ടൊരു പ്രോബ്ലം ഉണ്ടാവും. അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് യുവിൻ്റെ വീൻ്റെ ഒക്കെ സൈന് നിങ്ങൾ തെറ്റിക്കരുത്. തെറ്റിച്ചാൽ ആൻസർ ഫുൾ തെറ്റിപ്പോവും. പിന്നെ ഐയുടെ ഡിഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൽ തന്നെ അതിൻ്റെ കറക്ഷൻ ഫാക്ടർ, കറക്ഷൻ ലെൻസ് ഏതൊക്കെയാണെന്നുള്ളത് അതും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ടേബിൾ ഇട്ട് തന്നെ അത് പഠിക്കണം. ടേബിൾ വരച്ച് തന്നെ അത് നിങ്ങൾ പഠിക്കണം. പിന്നെ റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ, അതുപോലെ സ്കാറ്ററിങ്, അതിൻ്റെയൊക്കെ അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. വൈ സ്റ്റാർസ് ആർ ടിംഗ്ലിംഗ് അല്ലെങ്കിൽ വൈ ദ സ്കൈ ഈസ് ബ്ലൂ, അങ്ങനെയുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഒരു പ്രോബ്ലം, സ്നെൽസ് ലോ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതുപോലെ തന്നെ ഓംസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ടിൻ്റെ നമുക്ക് ഓംസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഹീറ്റിംഗ് റെസിസ്റ്റൻസിൻ്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ഇഫക്റ്റിൻ്റെ അതിൻ്റെ ഒരു പ്രോബ്ലം ഷുവറായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൻ്റെ ആണെങ്കിൽ മാഗ്നറ്റിക് ഇഫക്റ്റിൻ്റെ ആണെങ്കിൽ സോളിനോയിഡ്, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റ്, അതുപോലെ തന്നെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, പിന്നെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, ഇതൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസാണ്.